എല്ലാ മക്കളും ആക്കിയില്ലേ? ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 6ാമത്തെ ആയിരുന്നു പഠന പ്രവർത്തനങ്ങൾ പറഞ്ഞത്. കണ്ടെത്തി എഴുതുക അല്ലെ? എന്താണ് പറഞ്ഞത്? സൂര്യയുടെ അടുക്കളത്തോട്ടത്തിൽ പലതരം പച്ചക്കറികളുണ്ട് അല്ലെ? പച്ചക്കറി പറഞ്ഞാൽ അറിയില്ലേ? വെജിറ്റബിൾസ്. അവയിൽ ചിലത് താഴെ പട്ടികയിൽ ഒളിച്ചിരിപ്പുണ്ട്. കണ്ടെത്തി എഴുതുക അല്ലെ? ഈ പട്ടികയിൽ എന്തുണ്ട്? ഒളിച്ചിരിപ്പുണ്ട് കുറെ പച്ചക്കറികൾ. അതിന്റെ നെയിം നമ്മൾ എന്ത് ചെയ്യണം? താഴെ തന്നിരിക്കുന്ന ഒരു വൈറ്റ് കളറാക്കി തന്നിട്ടുണ്ടോ? അതിൽ എഴുതണം. എഴുതിയോ എല്ലാവരും? എത്ര പേര് എഴുതിയോന്ന് കാണിച്ചു മിസ്സിനെ എഴുതിയവര്? അപ്പൊ ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ പട്ടിക ശരിക്കും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് കുറേ നമ്മൾ എഴുതി അല്ലേ? എന്തൊക്കെ? കറിവേപ്പില, പടവലം, തക്കാളി, വഴുതനങ്ങ, പിന്നെന്താ ഉള്ളത്? വെണ്ട, പയർ, മത്തൻ, പച്ചമുളക് അല്ലെ? ഒരുപാട് നമ്മൾ എഴുതി. എല്ലാരും എഴുതിയിട്ടില്ലേ? ഒന്നുകൂടി എഴുതണോ? ഇല്ല അല്ലെ? എല്ലാരും എഴുതി അല്ലെ? അപ്പൊ പിന്നെ ലാസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്? 7ാമത്തത് ചൊല്ലി രസിക്കാം എന്നാണ് അല്ലെ? ലാസ്റ്റ് എന്താണ്? മാരിമഴകൾ ചൊരിഞ്ചേ, ചെറുവയലുകളൊക്കെ നിറഞ്ചേ, പൂട്ടിയൊരുക്കി കഴിഞ്ഞേ, ചെറുഞാറെല്ലാം കെട്ടിയെറിഞ്ചേ അല്ലെ? അങ്ങനെയാണ്. അല്ലെങ്കിൽ ഇഞ്ചേ ഇഞ്ചേ ഇഞ്ചേനാണ്. അപ്പൊ മഴയും കൃഷിയും കർഷക തൊഴിലാളികളുടെ ഭാഷയും എല്ലാം വരുന്ന ഒരു നാടൻ പാട്ടാണത് അല്ലെ? മഴ, കൃഷി ഇതൊക്കെ വരുന്ന കർഷക തൊഴിലാളികളുടെ ഒരു നാടൻ പാട്ടാണ് അത്. അപ്പൊ എന്ത് ചെയ്യണത്? ചൊല്ലി രസിക്കണം അല്ലെ? കുട്ടികൾ അത് കേട്ടും പിന്നെ ഓക്കെ. അപ്പൊ എന്താണ്? മാരിമഴകൾ ചൊരിഞ്ചേ, ചെറുവയലുകളൊക്കെ നിറഞ്ചേ, പൂട്ടിയൊരുക്കി കഴിഞ്ഞേ, ചെറു ഞാറെല്ലാം കെട്ടിയെറിഞ്ചേ. ഇത്രയാണ് വരികളുള്ളത് അല്ലെ? ഓക്കെ. ഇതെല്ലാരും പാടി രസിക്കൂലേ? ഓക്കെ, നോക്കി വായിക്കണേ. അപ്പൊ ആ പാഠം കംപ്ലീറ്റ് കഴിഞ്ഞു. എല്ലാ മക്കളും വായിച്ചോ? അത് കുറെ പേര് വായിപ്പിക്കാനുണ്ടോ മിസ്? എല്ലാരും വായിച്ചോ അത് മക്കളെ? വായിച്ചവര് ഇല്ല. അമ്മന്നെ വായിച്ചില്ല. നെക്സ്റ്റ്. വായിക്കാത്ത കുട്ടികളൊക്കെ കൈവന്നിച്ചോ കേട്ടോ. അമ്മന്നെ വായിച്ചോന്ന്. വായിക്കാത്ത കുട്ടികളെ കൈവെക്കണേ. അടുത്ത ഓരോരാളെയായി വായിപ്പിക്കാം. ഓക്കെ, വായിച്ചു. വെള്ളരി വള്ളി പൂവിട്ടപ്പോൾ മിനിച്ചേച്ചി വെള്ളരി നടാൻ തടമൊരുക്കുകയായിരുന്നു. അത് നോക്കി നിൽക്കുന്ന മാലതിയോട് അവർ ചോദിച്ചു, എന്താ മാലതി, നിനക്കും വെള്ളരി നടണോ? അതേ ചേച്ചി, വിത്തു കിട്ടിയാൽ എനിക്കും നടാമായിരുന്നു. മിനിച്ചേച്ചി കൊടുത്ത വിത്തുമായി അവൾ വീട്ടിൽ മടങ്ങിയെത്തി. അവർ പറഞ്ഞു കൊടുത്തതുപോലെ അവൾ തടമെടുത്തു. വിത്തു മുളയ്ക്കാനായി വെച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് പൊടിച്ചു. മാലതി ശ്രദ്ധയോടെ വിത്തു തടത്തിൽ നട്ടു. തടം നന്നായി നനച്ചു. പിറ്റേന്ന് മുതൽ മുള വരുന്നതും കാത്തിരിപ്പായി. എന്നും അതിരാവിലെ തടത്തിൽ ചെന്ന് നോക്കും. ചെറുതായി നനച്ച് തിരിച്ചു പോരും. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ മുള പുറത്തേക്കു വന്നു. മാലതിക്കു സന്തോഷമായി. അവൾ അത് കൂട്ടുകാരോടും അധ്യാപകരോടും പറഞ്ഞു. ആദ്യമൊക്കെ കുറേശ്ശെ മാത്രമാണ് നനച്ചത്. തളിരിലകൾ വന്നപ്പോൾ കൂടുതൽ വെള്ളം കൊടുത്തു. ചെറുതായി വളം ചേർക്കുകയും ചെയ്തു. അതൊരു വള്ളിയായി തടത്തിന് പുറത്തേക്ക് പടർന്നു. 4 ഭാഗത്തേക്കും പടർന്ന വള്ളികൾ പതിവ് പോലെ നോക്കി നിൽക്കുകയായിരുന്നു അവൾ. പെട്ടെന്ന് അവൾ അത് കണ്ടു. അവൾക്ക് വിശ്വസിക്കാനായില്ല. പുറത്തേക്ക് പടർന്നു പോയ വള്ളിയിൽ ഒരു കുഞ്ഞു പൂവ്. അമ്മേ, ഓടിവാ, എന്റെ വെള്ളരി പൂവിട്ടു. അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ദോശ ചുടുന്നത് നിർത്തിവെച്ച് അമ്മ ഇറങ്ങി വന്നു.
വള്ളി പൂവിട്ടത് കണ്ടപ്പോൾ അവർക്കും സന്തോഷമായി. അമ്മ മകളെ ചേർത്ത് പിടിച്ചു. നെക്സ്റ്റ് ആരാ വായിക്കണ്ടേ? ആരാ വായിക്കുന്നേ? വായിക്കാത്ത കുട്ടികൾ ആരൊക്കെയാ? ഫർഹ, ഫാത്തിമ. ഓക്കെ. വെള്ളരി വള്ളി പൂവിട്ടപ്പോൾ മിനിച്ചേച്ചി വെള്ളരി നടാൻ തടം ഒരുക്കുകയായിരുന്നു. അത് നോക്കിയിരിക്കുന്ന മാലതിയോട് അവർ ചോദിച്ചു, എന്താ മാലതി, നിനക്കും വെള്ളരി നടണോ? അതെ ചേച്ചി, വിത്തു കിട്ടിയാൽ എനിക്കും നടായിരുന്നു. മിനിച്ചേച്ചി കൊടുത്ത വിത്തുമായി അവൾ വീട്ടിലേക്ക് മടങ്ങിയെത്തി. അവർ പറഞ്ഞു കൊടുത്തതുപോലെ അവൾ തടമെടുത്തു. വിത്തു മുളക്കാനായി വെച്ചു. 2 ദിവസം കഴിയുമ്പോൾ അത് പൊടിച്ചു. മാലതി ശ്രദ്ധയോടെ വിത്തു തടത്തിൽ നട്ടു. തടം നന്നായി നനച്ചു. പിറ്റേന്നു മുതൽ മുള വരുന്നതു കാത്തിരിപ്പായി. എന്നും രാവിലെ തടത്തിൽ ചെന്ന് നോക്കും. ചെറുതായി നനച്ച് തിരിച്ചു പോകും. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ മുള പുറത്തേക്ക് വന്നു. മാലതിക്ക് സന്തോഷമായി. അവർ അത് കൂട്ടുകാരോടും അധ്യാപകരോടും പറഞ്ഞു. ആദ്യമൊക്കെ കുറച്ച് മാത്രമാണ് നനച്ചത്. തളിരിലകൾ വന്നപ്പോൾ കൂടുതൽ വെള്ളം കൊടുത്തു. ചെറുതായി വളം ചേർക്കുകയും ചെയ്തു. അതൊരു വള്ളിയായി തടത്തിന് പുറത്തേക്ക് പടർന്നു പിടിച്ചു. 4 ഭാഗത്തേക്കും പടർന്നു പിടിച്ച വള്ളികളിൽ പതിവ് പോലെ നോക്കിയിരുന്നു അവൾ. പെട്ടെന്ന് അവൾ അത് കണ്ടു. അവൾക്ക് വിശ്വസിക്കാനായില്ല. പുറത്തേക്ക് പടർന്നു പോയ നോക്കി വായിച്ചേ. ഒരു കുഞ്ഞു പൂവ്. അമ്മ ഓടിവാ, എന്റെ വെള്ളരി വള്ളി പൂട്ടു. അവൾ സന്തോഷത്തോടെ തുള്ളിച്ചാടി. ദോഷം കൊണ്ട് തുള്ളിച്ചാടി. ചുടുന്നത് നിർത്തി വെച്ച് അമ്മ ഇറങ്ങി വന്നു. വള്ളി പൂവിട്ടത് കണ്ടപ്പോൾ അവർക്കും സന്തോഷമായി. അമ്മ മകളെ ചേർത്ത് പിടിച്ചു.
നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? വായിക്കാത്തവരനല്ലേ അടുത്ത കഴിഞ്ഞ ക്ലാസ്സില്? ടെസ്സ. പാടമറ്റ വെള്ളരി വള്ളി പൂവിട്ടപ്പോൾ മിനിച്ചേച്ചി വെള്ളരി നടാൻ തടമൊരുക്കുകയായിരുന്നു. അത് നോക്കി നിൽക്കുന്ന മാളതിയോട് അവർ ചോദിച്ചു, എന്താ മാളതി, നിനക്കും വെള്ളരി നടണോ? അതെ ചേച്ചി, വിത്ത് കിട്ടിയാൽ എനിക്കും നടാമായിരുന്നു. മിനിച്ചേച്ചി കൊടുത്ത വിത്തുമായി അവൾ വീട്ടിൽ മടങ്ങിയെത്തി. അവർ പറഞ്ഞു കൊടുത്തതുപോലെ അവൾ തടം എടുത്തു. വിത്ത് മുളയ്ക്കാനായി വെച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് പൊടിച്ചു. മാളതി ശ്രദ്ധയോടെ വിത്തു തടത്തിൽ നട്ടു. തടം നന്നായി നനച്ചു. പിറ്റേന്ന് മുതൽ മുള വരുന്നതു കാത്ത് ഇരിപ്പായി. എന്നും രാവിലെ തടത്തിൽ ചെന്ന് നോക്കും. ചെറുതായി നനച്ച് തിരിച്ചു പോകും. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ മുള പുറത്തേക്ക് വന്നു. മാളതിക്കു സന്തോഷമായി. അവൾ അതു കൂട്ടുകാരോടും അധ്യാപകരോടും പറഞ്ഞു. ആദ്യമൊക്കെ കുറേശ്ശെ മാത്രമാണ് നനച്ചത്. കരിയിലകൾ വന്നപ്പോൾ കൂടുതൽ വെള്ളം കൊടുത്തു. ചെറുതായി വളം ചേർക്കുകയും ചെയ്തു. അതൊരു വള്ളിയായി തടത്തിനു പുറത്തേക്ക് പടർന്നു. 4 ഭാഗത്തേക്കും പടർന്നു വന്ന വള്ളികളിൽ പതിവ് പോലെ നോക്കി നിൽക്കുകയായിരുന്നു അവൾ. പെട്ടെന്ന് അവൾ അത് കണ്ടു. അവൾക്കു വിശ്വസിക്കാനായില്ല. പുറത്തേക്ക് പടർന്ന വള്ളികളിൽ ഒരു ചെറിയ കുഞ്ഞു പൂവ്. അമ്മേ ഓടി വാ, എന്റെ വെള്ളരി വള്ളി പൂവിട്ടു. അവൾ സന്തോഷത്തോടെ തുള്ളിച്ചാടി. ദോശ ചുടുന്നത് നിർത്തിവെച്ചിട്ട് അമ്മ ഇറങ്ങി വന്നു. വള്ളി പൂവിട്ടത് കണ്ട അവർക്ക് വിശ്വസിക്കാനായി. സന്തോഷമായി. അവർ അമ്മ മകളെ ചേർത്ത് പിടിച്ചു. നെക്സ്റ്റ് ആരാ? ഇഫ്ര. പാഠം 8. വെള്ളരി വള്ളി പൂവിട്ടപ്പോൾ മിനിച്ചേച്ചി വെള്ളരി നടാൻ തടമൊരുക്കുകയായിരുന്നു. അത് നോക്കി നിൽക്കുന്ന മാലതിയോട് അവർ ചോദിച്ചു, എന്താ മാലതി, നിനക്കും വെള്ളരി നടണോ? അതെ ചേച്ചി, വിത്ത് കിട്ടിയാൽ എനിക്കും നടാമായിരുന്നു. മിനിച്ചേച്ചി കൊടുത്ത വിത്തുമായി അവൾ വീട്ടിൽ മടങ്ങിയെത്തി. അവർ പറഞ്ഞു കൊടുത്തു അവൾ തടമെടുത്തു. വിത്ത് മുളയ്ക്കാനായി വെച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് പൊടിച്ചു. മാലതി ശ്രദ്ധയോടെ വിത്ത് തടത്തിൽ നട്ടു. തടം നന്നായി നനച്ചു. പിറ്റേന്ന് മുതൽ മുള വരുന്നതും കാത്ത് ഇരിപ്പായി. എന്നും അതിരാവിലെ തടത്തിൽ ചെന്ന് നോക്കും. ചെറുതായി നനച്ചു പോരും. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ മുള പുറത്തേക്ക് വന്നു. മാലതിക്ക് സന്തോഷമായി. അവൾ അത് കൂട്ടുകാരോടും അധ്യാപകരോടും പറഞ്ഞു.
ആദ്യമൊക്കെ കുറേശ്ശെ മാത്രമാണ് നനച്ചത്. തളിരിലകൾ വന്നപ്പോൾ കൂടുതൽ വെള്ളം കൊടുത്തു. ചെറുതായി വളം ചേർക്കുകയും ചെയ്തു. അതൊരു വള്ളിയായി തടത്തിന് പുറത്തേക്ക് പടർന്നു. 4 ഭാഗത്തേക്കും പടർന്ന വള്ളികളിൽ പതിവ് പോലെ നോക്കി നിൽക്കുകയായിരുന്നു അവൾ. പെട്ടെന്ന് അവൾ അത് കണ്ടു. അവൾക്ക് വിശ്വസിക്കാനായില്ല. പുറത്തേക്ക് പടർന്നു പോയ വള്ളിയിൽ ഒരു കുഞ്ഞു പൂവ്. അമ്മേ, ഓടിവാ, എന്റെ വെള്ളരി വള്ളി പൂവിട്ടു. അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ദോശ ചുടുന്നത് നിർത്തിവെച്ച് അമ്മ ഇറങ്ങി വന്നു. വള്ളി പൂവിട്ടത് കണ്ടപ്പോൾ അവർക്കും സന്തോഷമായി. അമ്മ മകളെ ചേർത്ത് പിടിച്ചു. ഓക്കെ, നെക്സ്റ്റ് ഹിബ ഫാത്തിമ. ഹിബ, പ്ലീസ് അൺമ്യൂട്ട്. വായിച്ചോ, വായിക്കൂ ഹിബ. വെള്ളരി വള്ളി പൂവിട്ടപ്പോൾ. അത് ഞാൻ പറഞ്ഞ അവര് വായിക്കുമല്ലോ. വേഗം വായിക്ക് ഹിബ, അമ്മേനെ നോക്കണ്ട, ഇങ്ങോട്ട് നോക്കി വേഗം പുസ്തകത്തിൽ നോക്കി വായിക്കും. വേഗം, സമയമില്ല വേസ്റ്റ് ചെയ്യാൻ. ഒരുപാട് കുട്ടികൾ ഇതാ കൈ പൊക്കി നിൽക്കുകയാണ് വായിക്കാൻ. വായിക്കാനറിയില്ലേ? വായിക്ക്. വെള്ളരി വള്ളി പൂവിട്ടപ്പോൾ. മിനി ചേച്ചി പുറത്തേക്കു പടർന്നു പോയ വള്ളിയിൽ ഒരു കുഞ്ഞു പൂവ്. അമ്മേ, ഓടിവാ, എന്റെ വെള്ളരി വള്ളി പൂവിട്ടു. അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ദോശ ചുടുന്നത് നിർത്തിവെച്ച് അമ്മ ഇറങ്ങി വന്നു. വള്ളി പൂവിട്ടതു കണ്ടപ്പോൾ അവർക്കും സന്തോഷമായി. അമ്മ മകളെ ചേർത്തു പിടിച്ചു. ഓക്കെ, നെക്സ്റ്റ് മുഹമ്മദ് നാഫി. ഹിബ, നീ വായിക്കുന്നത് ശ്രദ്ധിക്കുന്നില്ലേ? ഞാൻ വായിപ്പിക്കും അടുത്ത തവണ. വെള്ളരി വള്ളി പൂവിട്ടപ്പോൾ. മിനിച്ചേച്ചി വെള്ളരി നടാൻ തടം ഒരുക്കുകയായിരുന്നു. അത് നോക്കി നിൽക്കുന്ന മാലതിയോട് അവർ ചോദിച്ചു, എന്താ മാലതി, നിനക്കും വെള്ളരി നടണോ? അതെ ചേച്ചി, വിത്തു കിട്ടിയാൽ എനിക്കും നടാമായിരുന്നു. മിനിച്ചേച്ചി കൊടുത്ത വിത്തുമായി അവൾ വീട്ടിൽ മടങ്ങിയെത്തി. അവർ പറഞ്ഞു കൊടുത്തതുപോലെ അവൾ തടമെടുത്തു. വിത്തു മുളക്കാനായി വെച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അതു പൊടിച്ചു. മാലതി ശ്രദ്ധയോടെ വിത്ത് തടത്തിൽ നട്ടു. തടം നന്നായി നനച്ചു. പിറ്റേന്ന് മുതൽ മുള വരുന്നതും കാത്തിരുപ്പായി. എന്നും അതിരാവിലെ
തടത്തിൽ ചെന്നു നോക്കും. ചെറുതായി നനച്ചു തിരിച്ചു പോരും. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ മുള പുറത്തേക്കു വന്നു. മാലതിക്കു സന്തോഷമായി. അവളതു കൂട്ടുകാരോടും അധ്യാപകരോടും പറഞ്ഞു. ആദ്യമൊക്കെ കുറേശ്ശെ മാത്രമാണു നനച്ചത്. തളിരിലകൾ വന്നപ്പോൾ കൂടുതൽ വെള്ളം കൊടുത്തു. ചെറുതായി വളം ചേർക്കുകയും ചെയ്തു. അതൊരു വള്ളിയായി തടത്തിനു പുറത്തേക്കു പടർന്നു. 4 ഭാഗത്തേക്കും പടർന്ന വള്ളികളിൽ പതിവ് പോലെ നോക്കി നിൽക്കുകയായിരുന്നു അവൾ. പെട്ടെന്ന് അവൾ അതു കണ്ടു. അവൾക്കു വിശ്വസിക്കാനായില്ല. പുറത്തേക്കു പടർന്നു പോയ വള്ളിയിൽ ഒരു കുഞ്ഞു പൂവ്. അമ്മേ, ഓടിവാ, എന്റെ വെള്ളരി വള്ളിപ്പൂവിട്ടു. അവൾ സന്തോഷം കൊണ്ടു തുള്ളിച്ചാടി. ദോശ ചുടുന്നതു നിർത്തിവെച്ച് അമ്മ ഇറങ്ങി വന്നു. വള്ളി പൂവിട്ടതു കണ്ടപ്പോൾ അവർക്കും സന്തോഷമായി. അമ്മ മകളെ ചേർത്തു പിടിച്ചു. Okay. Next, Muhammad Aflu. വെള്ളരി വള്ളി പൂവിട്ടപ്പോൾ മിനി ചേച്ചി വെള്ളരി നടാൻ തടം ഒരുക്കുകയായിരുന്നു. അത് നോക്കി നിൽക്കുന്ന മാലതിയോട് അവർ ചോദിച്ചു, എന്താ മാലതി, നിനക്കും വെള്ളരി നടണം? അതെ ചേച്ചി, വിത്ത് കിട്ടിയാൽ എനിക്കും നടാമായിരുന്നു. മിനി ചേച്ചി കൊടുത്ത വിത്തുമായി അവൾ വീട്ടിൽ മടങ്ങിയെത്തി. അവർ പറഞ്ഞു കൊടുത്തതുപോലെ അവൾ തടമെടുക്കാനായി വെച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ പൊടിച്ചു, നട്ടു, ആയി നനച്ചു. വരുന്നതും കാത്തിരിപ്പായി. എന്നും 2-3 ദിവസം കഴിഞ്ഞപ്പോൾ മുള പുറത്തേക്ക് വന്നു. സന്തോഷമായി. അവൾ അത് കൂട്ടുകാരോടും അധ്യാപകരോടും പറഞ്ഞു. ആദ്യമൊക്കെ കുറേശ്ശെ മാത്രമാണ് നട്ടത്. വെള്ളം കൊടുത്തു. ചെറുതായി വളം ചേർക്കുകയും ചെയ്തു. അതൊരു വള്ളിയായി തടത്തിനു പുറത്തേക്ക് പടർന്നു. 4 ഭാഗത്തേക്കും പടർന്ന വള്ളികളിൽ പതിവ് പോലെ നോക്കി നിൽക്കുകയായിരുന്നു അവൾ. പെട്ടെന്ന് അവൾ അത് കണ്ടു.
അവൾക്ക് അത് വിശ്വസിക്കാനായില്ല. പുറത്തേക്ക് പടർന്നു പോയ വള്ളിയിൽ ഒരു കുഞ്ഞു പൂവ്. അമ്മ ഓടിവാ, എന്റെ വെള്ളരി വള്ളി പൂവിട്ടു. അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ദോശ തൊടുന്നത് നിർത്തിവെച്ച് അമ്മ ഇറങ്ങി വന്നു. വള്ളി പൂവിട്ടത് കണ്ടപ്പോൾ അവർക്കും സന്തോഷമായി. അമ്മ മകളെ ചേർത്ത് പിടിച്ചു. ഓക്കെ, നെക്സ്റ്റ് അനീറ്റ. അനീറ്റ അൺമ്യൂട്ട് ചെയ്തു. പാഠം 8. വെള്ളരി വള്ളി പൂവിട്ടപ്പോൾ. മിനി ചേച്ചി വെള്ളരി നടാൻ തടം ഒരുക്കുകയായിരുന്നു. അത് നോക്കി നിൽക്കുന്ന മാലതിയോട് അവർ ചോദിച്ചു, എന്താ മാലതി, നിനക്കും വെള്ളരി നടണോ? അതേ ചേച്ചി, വിത്തു കിട്ടിയാൽ എനിക്കും നടാമായിരുന്നു. മിനി ചേച്ചി കൊടുത്ത വിത്തുമായി അവൾ വീട്ടിൽ മടങ്ങിയെത്തി. അവർ പറഞ്ഞതുപോലെ അവൾ തടമെടുത്ത് വിത്ത് മുളയ്ക്കാനായി വെച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് പൊടിച്ചു. മാലതി ശ്രദ്ധയോടെ വിത്തു തടത്തിൽ നട്ടു. തടം നന്നായി നനച്ചു. പിറ്റേന്ന് മുതൽ മുള വരുന്നതും കാത്തിരിപ്പായി. എന്നും അതിരാവിലെ തടത്തിൽ ചെന്നു നോക്കും. ചെറുതായി നനച്ച് തിരിച്ചു പോരും. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ മുള പുറത്തേക്ക് വന്നു. മാലതിക്ക് സന്തോഷമായി. അവൾ അത് കൂട്ടുകാരോടും അധ്യാപകരോടും പറഞ്ഞു. ആദ്യമൊക്കെ കുറേശ്ശെ മാത്രമാണ് നനച്ചത്. തളിരിലകൾ വന്നപ്പോൾ വെള്ളം കൊടുത്തു. ചെറുതായി വളം ചേർത്തു. അതൊരു വള്ളിയായി തടത്തിന് പുറത്തേക്ക് പടർന്നു. 4 ഭാഗത്തേക്കും പടർന്ന വള്ളികളിൽ പതിവ് പോലെ നോക്കി നിൽക്കുകയായിരുന്നു അവൾ. പെട്ടെന്ന് അവൾ അത് കണ്ടു. അവൾക്ക് വിശ്വസിക്കാനായില്ല. പുറത്തേക്ക് പടർന്നു പോയ വള്ളിയിൽ ഒരു കുഞ്ഞു പൂവ്. അമ്മേ ഓടിവാ, എന്റെ വെള്ളരി വള്ളി പൂവിട്ടു. അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ദോശ ചുടുന്നത് നിർത്തിവെച്ച് അമ്മ ഇറങ്ങി വന്നു. വള്ളി പൂവിട്ടത് കണ്ടപ്പോൾ അവർക്ക് സന്തോഷമായി. അമ്മ മകളെ ചേർത്ത് പിടിച്ചു. ഓക്കെ, അപ്പൊ ഹിബ ഇനി വായിക്കാത്തവരുടെ ഇന്ന് ഓഡിയോ ഇട്ട് തന്നെ, ഓഡിയോ ക്ലിപ്പ് സെൻഡ് ചെയ്ത് തരണം. ഒരു 3 തവണയെങ്കിലും വായിക്കണം, എനിക്ക് ക്ലിയർ ആയത് ഒന്ന്. ഓക്കെ, ഹിബ പ്രത്യേകിച്ച് ഇന്നിട്ട് തരണം, കൃത്യമായി വായിച്ചിട്ട്. ഓക്കെ, ബൈ. 1 മിനിറ്റേ ഉള്ളൂ മക്കളെ, കട്ടായി. അടുത്ത ക്ലാസ്സിൽ വായിപ്പിക്കാം കേട്ടോ. ഇനി വായിക്കാത്ത കുട്ടികളാ.